വേശ്യാവൃത്തിയിലേക്ക് ഭാര്യമാരെ കൊണ്ടുവിടുന്ന ഭർത്താക്കന്മാരുള്ള അമേരിക്കൻ നാടുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഈ തമിഴ്നാട് കാമാത്തിപുരമൊക്കെ അത്തരത്തിൽ ഈ ലൈംഗിക തൊഴിലാളികൾ ഒരുപാടുള്ള അവരുടെ തൊഴിൽ മാർഗം തന്നെ ഇത് തൊഴിലാക്കി സ്വീകരിച്ചവരാണ് കൂടുതൽ. അത്തരത്തിലുള്ള ചില അമേരിക്കൻ നാടുകളുണ്ട്, അത് നമുക്ക് പറയാം. അതിനു മുൻപ് ഇതിനെക്കുറിച്ച് എന്താ ബിനുവിന്റെ അഭിപ്രായം? എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ലൈംഗിക തൊഴിലിനെ കുറിച്ച് നേരത്തെ ഇതൊക്കെ പറയുമ്പോൾ അയ്യേ ഇങ്ങനെയൊക്കെ ആക്കിക്കൊണ്ട് നളിനി ജമീലയൊക്കെ ഇത് പറഞ്ഞ് രംഗത്തെത്തിയതിനു ശേഷം ഈ മേഖലയിലുള്ളവർക്ക് തന്നെ ഒരു എന്താ പറയുക, ഒരു ആത്മധൈര്യം ഉണ്ടായി എന്നുള്ളതാണ്. അവരെയൊന്നും ഇപ്പൊ ആരും അതും ഒരു തൊഴിലിടമാണ് എന്ന രീതിയിൽ ആളുകൾ സ്വീകരിച്ചു തുടങ്ങി. അല്ല, അത് കമലഹാസൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. ലൈംഗിക തൊഴിലാളികളോട് എനിക്ക് ബഹുമാനമാണെന്നാണ് കമലഹാസൻ പറഞ്ഞത്. അതായത് ഓരോ ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ട്. കാരണം ഇത്തരം ജോലികൾ ചെയ്യുന്നവർ അവരുടെ അവസ്ഥ അതാവാം, അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ മറ്റു മാർഗങ്ങൾ തിരഞ്ഞെടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാകാം. അപ്പോൾ ഇത്തരമൊരു ജോലിയിലേക്ക് ഇവർ വരുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ നമുക്കറിയാം, ഈ പീഡനം വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമാണ്. കുഞ്ഞു കുട്ടികളെ പോലും പീഡിപ്പിക്കുന്നു, വൃദ്ധരായവരെ പീഡിപ്പിക്കുന്ന നാട് ആയി വരുന്നുണ്ട് നമ്മുടെയൊക്കെ നാട്. സ്വാഭാവികമായും ഇത് പലപ്പോഴും ഈ ഭാര്യ മരിച്ചവർ ഉണ്ടാകാം, അല്ലെങ്കിൽ ഈ ഭാര്യ ഡിവോഴ്സ് ചെയ്തവർ, ഇത്തരത്തിൽ ഉള്ള ആളുകൾക്ക് ലൈംഗിക താല്പര്യങ്ങളുണ്ടാകാം. അപ്പോൾ അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ഇത്തരം സ്ഥലങ്ങളിൽ പോകുന്നത് ഒരുപക്ഷെ ചിലപ്പോൾ ഈ ഒരു പീഡനം ഒഴിവാക്കുന്നതിന് സഹായകരമാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അല്ലെങ്കിൽ ഇത്തരം ഒരു സംവിധാനം ഇല്ലെങ്കിൽ ഇത്തരം ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നവർക്ക് ചിലപ്പോൾ കുഞ്ഞു കുട്ടികളോട് പെട്ടെന്ന് അങ്ങനൊരു ഇത് വന്നാൽ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ അത് ഒരുപാട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ. പിന്നെ ധന്യ പറഞ്ഞതുപോലെ തമിഴ്നാട്ടിൽ കാമാത്തിപുര എന്ന് പറഞ്ഞതുപോലെ കൊൽക്കത്തയിലൊക്കെ ഇതിന് ഒരുപാട് കേന്ദ്രങ്ങൾ, മുംബൈയിൽ റെഡ് സ്ട്രീറ്റ് ഉണ്ട്. പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ കുഞ്ഞു കുട്ടികൾ വരെ 12 വയസ്സും 13 വയസ്സും ഒക്കെ ഉള്ളവരൊക്കെ വന്ന് ഇതിൽ പെട്ടുപോകുന്നുണ്ട്. അങ്ങനെ വരാൻ പാടില്ല. ശരിക്കും ഇത്തരം ഇത് നടക്കുമ്പോൾ അവർ പൂർണ്ണ 18 വയസ്സിന് മുകളിലുള്ള, അല്ലെങ്കിൽ പൂർണ്ണമായും ഇതിനോട് ഈ ജോലി അറിഞ്ഞ് അല്ലെങ്കിൽ ഇതാണ് എന്ന് മനസ്സിലാക്കി താല്പര്യപൂർവ്വം വരുന്നവർ മാത്രം ഇതിലേക്ക് വരണമെന്നാണ് ഒരു പൊതു അഭിപ്രായം വരാൻ സാധ്യത. അല്ലാതെ ഇപ്പം നമുക്കറിയാം 13 വയസ്സുള്ള ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ കാണിച്ച് അതിലേക്ക് കൊണ്ടുവരുന്നത് വളരെ ക്രൂരമായ ഒരു നടപടിയാണ്. കാരണം ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് അറിയില്ലല്ലോ, എന്താണെന്ന് പോലും അറിയാത്ത പ്രായത്തിൽ കൊണ്ടുവന്ന് ഇങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യുന്ന രീതികളുണ്ട്. ഈ മുംബൈയിലൊക്കെ റെഡ് സ്ട്രീറ്റിലൊക്കെ അങ്ങനെയാണ്. കുഞ്ഞു കുട്ടികൾ അല്ലെങ്കിൽ ഇതുപോലെ പീരീഡ്സ് ആയതിനു ശേഷമുള്ള കുട്ടികളെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് ഇത്തരം വീഡിയോകൾ കാണിക്കുകയും, അപ്പോൾ അവരുടെ മനസ്സിൽ രൂപപ്പെടുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലോ, അപ്പോൾ ഇത് എങ്ങനെയാണെന്നൊന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ട് അതിലേക്ക് എത്തിക്കുകയും അതിൻ്റെ ഒരു ഇതിലേക്ക് ആ ഒരു സുഖത്തിലേക്ക് അവർ എത്തിപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർ അതിനകത്ത് ഇതാണ് ജീവിതം, അല്ലെങ്കിൽ ഇതാണ് ആനന്ദം എന്ന് കരുതി ഇതിൽ പെട്ടുപോകുന്നവരുണ്ട്. പിന്നീട് ആ കുട്ടികളൊക്കെ ചിലപ്പോൾ ഒരു 30 വയസ്സൊക്കെ ആകുമ്പോഴോ അല്ലെങ്കിൽ 25 വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും തങ്ങൾ എവിടെയാണ് എത്തിപ്പെട്ടതെന്ന് മനസ്സിലാക്കുക പോലും കഴിയുക. അവരുടെ മൈൻഡ് തന്നെ ആ ഒരു രീതിയിൽ ആയിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ലൈംഗിക ആവശ്യങ്ങൾ ഉള്ളവർക്ക് പോകുന്ന സ്ഥലങ്ങൾ, ആ വരുന്ന പെണ്ണുങ്ങൾ അവർ ഇത്തരത്തിൽ ഇത് മനസ്സിലാക്കി ഇതിനെക്കുറിച്ച് അറിഞ്ഞ് ഈ ജോലി ചെയ്യാൻ തയ്യാറാണ്, ഈ ജോലി ഇങ്ങനെയുള്ളതാണ് എന്ന് മനസ്സിലാക്കി വരുന്നതായിരിക്കും നല്ലത്. അതെ, നൈറ്റ് ലൈഫിന് വ്യത്യസ്തമായ മസാജുകൾക്ക് പേരുകേട്ട സ്ഥലമാണ് തായ്ലൻഡിലെ തീരനഗരമായ പട്ടായ. സെക്സ് ടൂറിസം ഡെസ്റ്റിനേഷൻ മാത്രമായിരിക്കും പലരും പട്ടായയെ കേട്ടറിഞ്ഞിട്ടുള്ളത്. എന്നാൽ നീലക്കടലിന്റെയും ബുദ്ധക്ഷേത്രങ്ങളുടെയും പ്രകൃതി സൗന്ദര്യത്തിന്റെയും സംസ്കാരത്തിന്റെയും നാടുകൂടിയാണ് ഇവിടം. പട്ടായയെക്കുറിച്ചും അധികം ആർക്കും അറിയാത്ത ഹിഡൻ സ്പോട്ടുകളെ കുറിച്ചും പറയാം. പട്ടായ 1950കളുടെ അവസാനമാണ് പട്ടായ എന്ന പേര് പ്രശസ്തമായി തുടങ്ങിയത്. അതിന് കാരണമായത് അമേരിക്കക്കാരുടെ കടന്നുകയറ്റവും മത്സ്യബന്ധന തുറമുഖവും മാത്രമായിരുന്ന പട്ടായയെ സെക്സ് നഗരമാക്കി മാറ്റിയതിന് പിന്നിൽ അമേരിക്കയാണ്. വിയറ്റ്നാം യുദ്ധകാലത്ത് അമേരിക്കൻ ഭടന്മാർ പട്ടായയിലായിരുന്നു തമ്പടിച്ചത്. തായ്ലൻഡ് സെക്സ് ടൂറിസത്തിന്റെ ആദ്യകാല ഉപഭോക്താക്കൾ അമേരിക്കൻ സൈനികരായിരുന്നു. സുന്ദരികളും നിർദ്ധരരുമായ തായ് പെൺകുട്ടികളെ തങ്ങളുടെ ആവശ്യങ്ങൾക്കായി അവർ ഡോളറുകൾ കാണിച്ച് മയക്കി. പിന്നെ അത് തായ് യുവതികളുടെ ജീവനോപാധിയായി മാറി. അലസ ജീവിതം നയിക്കുന്ന തായ്ലൻഡിലെ ആൺ പ്രജകളാണ് പട്ടായയുടെ ഇന്നത്തെ പ്രശസ്തിയുടെ പ്രധാന കാരണമെന്ന് പറയാം. തായ്ലൻഡിലെ എല്ലാ സ്ഥാപനങ്ങളിലും ജീവനക്കാർ ഏറെയും സ്ത്രീകളാണ്. ആണുങ്ങൾ കൂടുതലും വലിയ അധ്വാനമില്ലാതെ ചെറുകിട ജോലികളായിരിക്കും ചെയ്യുക. വേശ്യാവൃത്തിക്കായി തൊഴിലിടത്തേക്ക് ഭാര്യമാരെ കൊണ്ടുവിടുന്ന പുരുഷന്മാരും ഇവിടെയുണ്ട്. സാങ്ച്വറി ഓഫ് ട്രൂത്ത്, അതായത് തായ് മരപ്പണിയുടെ അത്ഭുതം പ്രദർശിപ്പിക്കുന്ന ക്ഷേത്രം,
ആണികളില്ലാതെ നിർമ്മിച്ച ഈ ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ ആരെയും അമ്പരിപ്പിക്കും. ക്ഷേത്രത്തിലെ ഓരോ കൊത്തുപണിയും പുരാതന തായ് തത്വചിന്തകളെയും വിശ്വാസങ്ങളെയും പ്രതിഫലിക്കുന്നു. പിന്നീട് അവിടുത്തെ ഓരോ സ്ഥലങ്ങളെ കുറിച്ചാണ് ഈ പറഞ്ഞു വെക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ പട്ടായ എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം, പട്ടായയിൽ പോകുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ ആളുകൾ ഈ തരത്തിലാണ് തെറ്റിദ്ധരിക്കുന്നത്. ഇപ്പൊ രാഹുൽ ഗാന്ധിയൊക്കെ പട്ടായയിൽ പോയി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കുന്ന പല രീതിയിലാണ്. പക്ഷെ അവിടെ തെറ്റിദ്ധരിക്കും. പിന്നെ ഗോവയിൽ പോയിട്ടില്ല, പട്ടായയിലോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും പോയിട്ടില്ല. ഞാൻ മൂകാംബിക വരെ പോയിട്ടുണ്ട്, അവിടുന്ന് അടുത്താണ് ഗോവ, പക്ഷെ പോയിട്ടില്ല. അതെ, നമുക്ക് മൂകാംബിക വരെ മതി, അതിനപ്പുറം നമ്മള് സ്വപ്നം കണ്ടിട്ടില്ല ഇതുവരെ. ദൈവത്തിന്റെ സ്വന്തം നാട്ടിലല്ലേ നമ്മൾ നിൽക്കുന്നത്, അത് മതി. ഇവിടത്തെ പ്രകൃതി ഭംഗി, ഇവിടെ കാണാൻ പറ്റാത്ത ഒന്നും വേറെ ഇല്ല. നമ്മുടെ സൗന്ദര്യം ഒന്നും മറ്റിടത്തില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നല്ലേ നമ്മൾ നിൽക്കുന്നത്. അപ്പോ ഇത്തരം ഇടങ്ങൾ, ഇത്തരം ഈ അവരുടെ ഒരു ഉപജീവന മാർഗം ഇതാണ്. അവിടെ പുരുഷന്മാർക്ക് വലിയ ജോലിയൊന്നുമില്ല, സ്ത്രീകളാണ് മസാജ് സെന്ററുകളിൽ കൂടുതലും ജോലി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഈ നേരത്തെ ബിനു തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ഇത്തരം പീഡനങ്ങളോ കൊച്ചു കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്യുന്ന രീതികളോ ഇതൊന്നുമില്ല. കാരണം അവിടെ എത്തുന്നവരെ സന്തോഷിപ്പിക്കാനും ആനന്ദിപ്പിക്കാനും അവിടെ ടൂറിസം മേഖലയായി അതിനെ വികസിപ്പിച്ചെടുത്തുകൊണ്ട് ഇത്തരം തൊഴിലിടങ്ങൾക്ക് കൂടി അവസരം നൽകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പട്ടായയൊക്കെ വളരെ പ്രശസ്തിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളമാണ് ഇപ്പോഴും ഇത്തരം ജോലികൾ, ഇപ്പോഴും ഈ പതിവ്രത എന്നൊക്കെ പറഞ്ഞ വാക്കിന് ഭയങ്കര അർത്ഥമൊക്കെ കൽപ്പിച്ച് നൽകുന്ന പലരും ഉണ്ട്. ഇപ്പോ നമ്മള് ഈ നളിനി ജമീലയോട് ഒരു പിന്നെ എന്താ പറയുക, ഒരു അഭിമുഖത്തിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് 3000 പുരുഷന്മാരുമായി അവര് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരു എന്താ പറയുക, ഒരു മടിയും കൂടാതെയാണ് അവർ തുറന്ന് പറയുന്നത്. നമുക്ക് അവരുടെ ബുക്കൊക്കെ വായിക്കുമ്പോൾ വല്ലാത്തൊരു ബഹുമാനമൊക്കെ അവരോട് തോന്നാറുണ്ട്, അല്ലെ? പലപ്പോഴും ഇത്തരം ആളുകളെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു പുച്ഛമൊക്കെ തോന്നിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നൊക്കെ ഒരുപാട് മാറി ആളുകൾ, അല്ലെ? സ്ത്രീയും പുരുഷനും ഒക്കെ ഒരുപാട് മാറി അതിനൊക്കെ. അതെ അതെ, തീർച്ചയായിട്ടും. ഇപ്പം ഈ പറഞ്ഞതുപോലെ ഇതൊക്കെ ഒരു സാധാരണ സംഭവം പോലെ ആളുകൾ പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പക്ഷേ എന്നിരുന്നാലും നമ്മളെ കേരളത്തിന് ഒരു പൈതൃകമുണ്ട്, ഒരു സംസ്കാരമുണ്ട്. ഒരു ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ ഏകപത്നി വ്രതം എന്ന രീതിയിൽ ഉള്ളൊരു സംസ്കാരത്തിലൂന്നിയാണ് കേരളത്തിൽ ജീവിക്കുന്നത്. എന്നിരുന്നാലും അത്തരത്തിലുള്ള ബന്ധങ്ങൾ പലതും ഉണ്ടാകാം. പക്ഷേ ഇതിലെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന്, ഈ പറഞ്ഞതുപോലെ പീഡനങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇത്തരം കേന്ദ്രങ്ങൾ ഒരു പരിധിവരെ അതിനൊരു തടയിടും എന്ന് തന്നെയാണൊരു വിശ്വാസം. മറ്റൊന്ന്, ഈ പറഞ്ഞ പോലെ മസാജിങ് സെൻറ്ററുകൾ ധാരാളമായി ഉയർന്നു പൊങ്ങുന്നുണ്ട്. അതിൽ ഒരുപാട് അറിയാതെ വന്ന് പെടുന്നവരുണ്ട്. കൂട്ടുകാരികളുടെ നിർബന്ധത്തിന് വഴങ്ങി അല്ലെങ്കിൽ ഒന്ന് പോകാം, നല്ലതാണ്, കുറേ പൈസ കിട്ടും, നമുക്ക് വീട്ടുകാരെ ആശ്രയിക്കാതെ കുറേ ഷോപ്പിങ്ങിനും വസ്ത്രങ്ങളും മേക്കപ്പും ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നവരുണ്ട്. പക്ഷേ അത് കൊണ്ടുപോയി എന്നാൽ കൃത്യമായി അവരുടെ ജോലി നോക്കാൻ അറിയാവുന്നവരാണെങ്കിൽ ഇത് കഴിയുമ്പോൾ, ഈ കോഴ്സൊക്കെ കഴിയുമ്പോൾ അവർ വേറെ വിവാഹം കഴിച്ചൊക്കെ പോകും. പക്ഷെ ചിലർ അതിൽ പെട്ടുപോകും. ചിലർക്ക് മാനസികമായി വല്ലാത്ത ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലൊക്കെ പലരും എത്തിപ്പെടുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതിന് തടയിടണം. കാരണം അത് ശരിയായ രീതിയിൽ പൂർണ്ണ സമ്മതത്തോടു കൂടി തന്നെ ആയിരിക്കണം ഇത്തരം പ്രവൃത്തികളിൽ അല്ലെങ്കിൽ ഇത്തരം ജോലികൾക്ക് പോകുന്നവർ പോകേണ്ടത്. അല്ലാതെ മറ്റൊരാളുടെ നിർബന്ധത്തിന് വഴങ്ങിയോ കുട്ടികളെയോ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെയൊക്കെ ഇതിലേക്ക് തള്ളിവിടുന്ന പ്രവണത ശരിയല്ല. അത് വളരെ മോശകരമായ ഒരു പ്രവണതയാണ്.